സഹജീവികളായ മനുഷ്യർക്ക് തന്നെ അവയവങ്ങൾ ദാനം ചെയ്ത് കൽപ്പറ്റ വൈറ്റ് ഹൗസ് ട്രേഡേഴ്സ് ഉടമ പുത്തൂർവയൽ സ്വദേശി നെല്ലിക്കുന്നിൽ വിപിൻ ലോകത്തോട് യാത്രയായി. ഹൃദയം, കണ്ണ്, കരൾ, കിഡ്നി തുടങ്ങിയ അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റ് 6 പേരിലൂടെ ഇനി ലോകത്ത് തന്നെ ജീവിക്കും. കൽപ്പറ്റ ഡീപ്പോൾ പള്ളി സെമിത്തേരിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. മൃതദേഹത്തിനരികിൽ നിന്നും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ വിങ്ങിപ്പൊട്ടി. ഭാര്യയ്ക്കും അമ്മയ്ക്കും കണ്ണീരടയ്ക്കാൻ കഴിഞ്ഞില്ല. 3 മാസം പ്രായമുള്ള കുഞ്ഞു നിധിയും ഇനി തനിച്ചായി. വലിയ വിഷമത്തോടെയാണ് അദ്ദേഹത്തിന്റെ മരണത്തെ നാട്ടുകാരും സുഹൃത്തുക്കളും ഓർത്തെടുത്തത്. നമ്മളെ വിപിൻ നെല്ലിക്കുന്നേൽ മരിച്ചത് അതിയായ ദുഃഖമുണ്ട്. ഞങ്ങളുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും ഓടിയെത്തുന്നതും ഏതാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് മുന്നിൽ ഓടിയെത്തുന്നത് വിപിനാണ്. അവൻ്റെ നിര്യാണം ഞങ്ങളെ അതിയായ ദുഃഖത്തിലാഴ്ത്തി. ഞങ്ങളുടെ ഇടവകയും പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ പുറമേ ആണെങ്കിലും എല്ലാത്തിനും സന്തോഷത്തോടെ ഓടിയെത്തുകയും ഏത് കാര്യത്തിനും വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് വിപിനാണ്. അപ്പം അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ തൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് വിപിൻ എപ്പോഴെങ്കിലും സുഹൃത്തുക്കളായ താങ്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടോ? അവന് കുടുംബത്തിൽ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബങ്ങൾ അതിന് മുന്നിട്ടിറങ്ങി അവയവങ്ങൾ ദാനം ചെയ്തു. ഞങ്ങളുടെ അറിവ് മൈത്ര ഹോസ്പിറ്റലിൽ തന്നെ 2 പേർക്ക് കൊടുക്കാൻ സാധിച്ചു. 3 എണ്ണം പുറത്ത് മിംസ് ഹോസ്പിറ്റലാണെന്നാണ് അറിവ്. അതും വലിയൊരു സന്തോഷത്തിൻ്റെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കൊരു വലിയ സന്തോഷം തന്നെയാണ്. എന്നാലും അതിലുപരി ഞങ്ങളതിൽ വളരെ ദുഃഖിക്കുന്നു. 3 മക്കളെയും ഭാര്യ വീണയും തനിച്ചാക്കി വിപിൻ ഈ ലോകത്ത് നിന്ന് യാത്രയായി. 5 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ മൃതദേഹം കൽപ്പറ്റ ഡീപ്പോൾ പള്ളിയിലെ കുടുംബക്കല്ലറിൽ അടക്കം ചെയ്തു. ന്യൂസ് 1 കൽപ്പറ്റ.